എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഭഗവത്ഗീതയുടെ 73-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. 73-ാമത്തെ എപ്പിസോഡ്, അതായത് അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം. അതിലെ 33-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ശ്ലോകം ചൊല്ലാം. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. 33-ാം ശ്ലോകം ഞാൻ ഒന്നുകൂടെ ചൊല്ലാം. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപ സർവം കർമ്മഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. അങ്ങനെ നമ്മൾ 33-ാം ശ്ലോകം പറഞ്ഞു. അതിന്റെ അന്വാസം നമുക്കൊന്ന് ചിന്തിക്കാം. ഹേ പരന്തപ, ദ്രവ്യത്തെ കൊണ്ട് ചെയ്യുന്ന യജ്ഞത്തെക്കാൾ ജ്ഞാനമാകുന്ന യജ്ഞം ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാ കർമ്മവും സമ്പൂർണ്ണ ഭാവത്തിൽ ബലസഹിതം ബ്രഹ്മജ്ഞാനത്തിൽ തന്നെയാണ് പര്യവസാനിക്കുന്നത്. ആ അന്വാർത്ഥം ഒന്നുകൂടെ ഞാൻ പറയാം. ഹേ പരന്തപ, ദ്രവ്യത്തെ കൊണ്ട് ചെയ്യുന്ന യജ്ഞത്തെക്കാൾ, ദ്രവ്യം ഇങ്ങനെ കൊടുത്ത് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കൊടുത്ത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പോലെ കൊടുത്ത് എത്ര കിട്ടിയാലും മതിയാവാണ്ടുള്ള കണ്ടീഷനാണ്. ആർക്കും, എല്ലാവർക്കും, ഇന്ന ആളൊന്നുമില്ല, എല്ലാവർക്കും എന്ത് കിട്ടിയാലും മതി. സ്വത്താണെങ്കിൽ സ്വത്ത് എന്ത് കിട്ടിയാലും മതിയാവില്ല. പൈസയാണെങ്കിൽ എന്ത് കിട്ടിയാലും മതിയാവില്ല. എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത ഒരു ജനതയായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരള ജനത. അത് മാറണം, മാറിക്കിട്ടണം. നമുക്ക് സംതൃപ്തി വരണം. എന്താണെങ്കിലും, കുറച്ച് സാധനമാണെങ്കിലും നമുക്ക് സംതൃപ്തി വരണം. നമുക്ക് സംതൃപ്തി ഇല്ലാണ്ട് എന്ത് ജീവിതമാണത്? എന്ത് കിട്ടിയാലും മതി, അല്ലാതെ എത്ര സ്വത്ത് കിട്ടിയാലും മതിയല്ല. പിന്നെ അടി കുത്ത്. ഇപ്പൊ എന്റെ ഒരു ഫാമിലിയിൽ എന്റെ ഒരു റിലേറ്റീവായ ആൾക്കാരുണ്ട്, അടി കൂടി. അത് ഞാൻ ജനിച്ച മുതൽ കേൾക്കാൻ തുടങ്ങിയ അടി, അവരുടെ കുടുംബ സ്വത്തിന് വേണ്ടി അടി. ആർക്കും ഇല്ലാതെ നശിച്ചു പോവുകയാണ്. ഞങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്തു കേട്ടോ. ഞങ്ങളുടെ തറവാട് വീട് ഞങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കച്ചവടമാക്കി. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് വേണ്ട വിധത്തിലുള്ള അതിന്റെ ഷെയർ എല്ലാവരും കൊടുത്തു. എല്ലാവരും തൃപ്തരാണ്. ചില ആൾക്കാർക്ക് മാത്രം തൃപ്തിയില്ല, അത് വേറെ കാര്യം. അതിന്റെ അതെന്താ കാരണം വെച്ചാൽ അതിന് എന്തെങ്കിലും കാരണം കാണും. ബാക്കിയുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും വളരെ സംതൃപ്തിയാണ്. ഞങ്ങളുടെ തറവാട് വിറ്റ് സ്വത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അല്ലാണ്ട് ഈ അടികൂടി നമ്മുടെ കാറ്റ് പോകും. പിന്നെ നമ്മുടെ മക്കൾ അടികൂടും, പിന്നെ മക്കളുടെ പേരക്കുട്ടികൾ അടികൂടും. ഈ അടികൂടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ്. ഇത് ആർക്കും ഇല്ലാണ്ട് പോവാണ്. അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ. ആ ജീവിതം കഴിഞ്ഞു. നമുക്ക് പിന്നെ ഒന്നും ഇല്ലതില്. ജനിച്ചു മരിച്ചു, അതോടുകൂടി നമ്മുടെ കാര്യം കഴിഞ്ഞു. നമ്മൾ അതിന്റെ ഇടയിൽ എന്തുണ്ടാക്കിയാലും അതൊന്നും ശാശ്വതമല്ല. അപ്പൊ അത് നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് വേണം പ്രവർത്തിച്ചെടുക്കാൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഹേ പരന്തപ, ദ്രവ്യത്തെ കൊണ്ട് ചെയ്യുന്ന യജ്ഞത്തെക്കാൾ, അതുകൊണ്ട് പറയണം, ആർക്ക് എന്ത് കൊടുത്താലും അതിനെക്കാട്ടും മഹത്തരമായിട്ടുള്ള ജ്ഞാനമാകുന്ന യജ്ഞം ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാ കർമ്മവും സമ്പൂർണ്ണ ഭാവത്തിൽ ബലസഹിതം ബ്രഹ്മജ്ഞാനത്തിൽ തന്നെയാണ് പര്യവസാനിക്കുന്നത്. അതിന്റെ മലയാള സാരാംശം നമുക്കൊന്ന് ചിന്തിക്കാം. ഈ യജ്ഞങ്ങളെല്ലാം ആവശ്യമായിരിക്കുന്ന ഘടികവും പ്രാപഞ്ചികവുമായ പല കർമ്മങ്ങളും വേദത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാകയാൽ അവ സ്വർഗപ്രാപ്തിക്ക് വഴിലയിക്കുന്ന അസാധാരണമായ ബലത്തെ ഉളവാക്കുന്നു. ഈ യജ്ഞങ്ങൾ എന്ന നിലയിൽ ഉത്കൃഷ്ടങ്ങളാണ്. എങ്കിലും ജ്ഞാനത്തിൽ വേരൂന്നി നിൽക്കുന്ന ജ്ഞാനയജ്ഞവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ അർക്കകാന്തിയിൽ ഒളിമങ്ങുന്ന താരപ്രഭ പോലെ വിളറി വ്യർത്ഥമായി പോകുന്നു. ഈ ജ്ഞാനം പ്രബോധിതമായ ആത്മാവിനെ ആധ്യാത്മിക ചക്ഷുത്തുക്കൾക്ക് ദിവ്യമായ നേത്രജ്ഞാനമാണ്. യോഗികൾ ഇതുപയോഗിച്ച് അന്തർഗതമായി ഒളിഞ്ഞുകിടക്കുന്ന പരമാനന്ദത്തിന്റെ നിധി കണ്ടെത്തുന്നു. ഈ ആനന്ദം പ്രാപഞ്ചിക കർമ്മങ്ങളുടെ മഹത്തായ പരിസമാപ്തിയാണ്. മോചനത്തിന്റെ ധന്യമായ ഖനിയാണ്. ഇത് ആത്മീയ ബുഭുക്ഷയെ തൃപ്തിപ്പെടുത്തുന്നു. ഇതുമൂലം കാമം ശിഥിലമാകുന്നു, യുക്തിവിചാരം താറുമാറാകുന്നു, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ വിസ്മരിക്കുന്നു, ചിത്തവിചാരങ്ങളെ പൊട്ടിച്ചെറിയുന്നു, സംസാരിക്കാനുള്ള ശേഷി സംസാരത്തിൽ നഷ്ടപ്പെടുന്നു.
അപ്പോൾ എല്ലാത്തിനും ആത്മസ്വരൂപത്തെ മാത്രം അയാൾ ദർശിക്കുന്നു. അതോടെ പരിത്യാഗത്തിന്റെ പരമലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു. ത്യാജ്യഗ്രാഹ്യ ശക്തി കരസ്ഥമാക്കാനുള്ള ഉന്നം സമ്പൂർണമായി നേടിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ അയാൾ അനായാസേന ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ഞാൻ ഇതിന്റെ സാരാംശം ഒന്നുകൂടെ വായിക്കാം. ഇത്തിരി കട്ടിയാണ്. നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യം വായിച്ചാലേ നമുക്ക് അതിന്റെ സത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ യജ്ഞങ്ങളിലെല്ലാം ആവശ്യമായിരിക്കുന്ന ജഡികവും പ്രാപഞ്ചികവുമായ പല കർമ്മങ്ങളും വേദത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ളതാകയാൽ അവ സ്വർഗപ്രാപ്തിക്ക് വഴിതെളിക്കുന്ന അസാധാരണമായ ഫലത്തെ ഉളവാക്കുന്നു. ആ സെന്റൻസ് ഒന്നുകൂടി വായിക്കാം. ഈ യജ്ഞങ്ങളെല്ലാം ആവശ്യമായിരിക്കുന്ന ജഡികവും പ്രാപഞ്ചികവുമായ പല കർമ്മങ്ങളും വേദത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാകയാൽ അവ സ്വർഗപ്രാപ്തിക്ക് വഴിതെളിക്കുന്ന അസാധാരണമായ ഫലത്തെ ഉളവാക്കുന്നു. മനസ്സിലായി? ഈ യജ്ഞങ്ങൾ എന്ന നിലയിൽ ഉത്കൃഷ്ടങ്ങളാണ്. എങ്കിലും ജ്ഞാനത്തിൽ വേരൂന്നി നിൽക്കുന്ന ജ്ഞാനയജ്ഞവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ അർക്കകാന്തിയിൽ ഒളിമങ്ങുന്ന താരപ്രഭ പോലെ വിളറി വ്യർത്ഥമായി പോകുന്നു. അത് യാതൊരു ഫലവും ഇല്ലെന്ന് പറഞ്ഞത്. ഈ ദ്രവ്യം കൊണ്ടുള്ള യജ്ഞം അതിന് യാതൊരു ഫലവുമില്ല. നമ്മൾ സൂര്യന്റെ കിരണങ്ങൾ വന്നാൽ നമ്മുടെ ലൈറ്റിന് എന്തെങ്കിലും അതിന്റെ ഉപയോഗം നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുമോ? ഒരു ലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് സൂര്യൻ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. സൂര്യൻ പോയാലേ അതിന്റെ. അതുപോലെയാണ് ഈ യജ്ഞം, അതായത് ഈ ദ്രവ്യയജ്ഞം കൊണ്ട് കിട്ടുന്ന ഫലവും ജ്ഞാനയജ്ഞം കൊണ്ടുള്ള കിട്ടുന്ന ഫലവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനത്തെ എഫക്റ്റാണ് വരുന്നത്. ഈ ജ്ഞാനം പ്രബോധിതമായ ആത്മാവിനെ ആധ്യാത്മിക ചക്ഷുഷകൾക്ക് ദിവ്യമായ നേത്രാഞ്ജനമാണ്. ഈ ജ്ഞാനം പ്രബോധിതമായ ആത്മാവിന്റെ ആധ്യാത്മിക ചക്ഷുസുക്കൾക്ക് ദിവ്യമായ നേത്രാഞ്ജനമാണ്. യോഗികൾ ഇതുപയോഗിച്ച് അന്തർഗതമായി ഒളിഞ്ഞു നിൽക്കുന്ന പരമാനന്ദത്തിന്റെ നിധി കണ്ടെത്തുന്നു. ഈ ജ്ഞാനം പ്രബോധിതമായ ആത്മാവിന്റെ ആധ്യാത്മിക ചക്ഷുസുക്കൾക്ക് ദിവ്യമായ നേത്രാഞ്ജനമാണ്. യോഗികൾ ഇതുപയോഗിച്ച് അന്തർഗതമായി ഒളിഞ്ഞു കിടക്കുന്ന പരമാനന്ദത്തിന്റെ നിധി കണ്ടെത്തുന്നു. യോഗികൾ അതാണ് പറയുന്നത്. ഈ ആനന്ദം പ്രാപഞ്ചിക കർമ്മങ്ങളുടെ മഹത്തായ പരിസമാപ്തിയാണ്. മോചനത്തിന്റെ ധന്യമായ ഖനിയാണ്. ഇത് ആത്മീയ ബുഭുക്ഷയെ തൃപ്തിപ്പെടുത്തുന്നു. ഇതുമൂലം കാമം ശിഥിലമാകുന്നു, യുക്തിവിചാരം താറുമാറാകുന്നു, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ വിസ്മരിക്കുന്നു, ചിത്തവിചാരങ്ങളെ പൊട്ടിച്ചെറിയുന്നു, സംസാരിക്കാനുള്ള ശേഷി സംസാരത്തിന് നഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാറ്റിനും ആത്മസ്വരൂപത്തെ മാത്രം അയാൾ ദർശിക്കുന്നു. അതോടെ പരിത്യാഗത്തിന്റെ പരമലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു. ത്യാജ്യഗ്രാഹ്യ ശക്തി കരസ്ഥമാക്കാനുള്ള ഉന്നം സമ്പൂർണമായി നേടിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ അയാൾ അനായാസേന ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ഞാൻ അത് ഒന്നുകൂടെ പറയാം. അതിന്റെ തുടങ്ങിയിട്ട് ഈ ജ്ഞാനം പ്രബോധിതമായ ആത്മാവിനെ ആധ്യാത്മിക ചക്ഷുക്കൾക്ക് ദിവ്യമായ നേത്രജ്ഞാനമാണ്. ഉള്ളിലത്തെ അതിന്റെ ഒരു നേത്രജ്ഞാനമാണെന്ന് പറയുന്നത്. രോഗികൾ ഇതുപയോഗിച്ച് അന്തർഗതമായി ഒളിഞ്ഞു നിൽക്കുന്ന പരമാനന്ദത്തിന്റെ നിധി കണ്ടെത്തുന്നു. ഈ ആനന്ദം പ്രാപഞ്ചിക കർമ്മങ്ങളുടെ മഹത്തായ പരിസമാപ്തിയാണ്. മോചനത്തിന്റെ ധന്യമായ ഖനിയാണ്. ഇത് ആത്മീയ ബുഭുക്ഷയെ തൃപ്തിപ്പെടുത്തുന്നു. ഇതുമൂലം കാമം ശിഥിലമാകുന്നു, യുക്തിവിചാരം താറുമാറാകുന്നു, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ വിസ്മരിക്കുന്നു, ചിത്തവിചാരങ്ങളെ പൊട്ടിച്ചെറിയുന്നു, സംസാരിക്കാനുള്ള ശേഷി സംസാരത്തിന് നഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാറ്റിനും ആത്മസ്വരൂപത്തെ മാത്രം അയാൾ ദർശിക്കുന്നു. അതോടെ പരിത്യാഗത്തിന്റെ പരമലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു. തജ്ജഗ്രാഹ്യ ശക്തി കരസ്ഥമാക്കാനുള്ള ഉന്നം സമ്പൂർണമായി നേടിക്കഴിഞ്ഞിരിക്കുന്ന അയാൾ അനായാസേന ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക്
പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം പറയണം. ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം നമ്മുടെ നരേന്ദ്രമോദി സാർ ഇപ്പൊ കൊണ്ടുവന്ന ഈ അഗ്നി എന്താ പറയാ, അഗ്നി റിലേറ്റഡ് ആയിട്ട് പെട്ടെന്ന് സെക്കൻഡ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല. അഗ്നി റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ മെയിൻ കാരണം എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെല്ലാം അവരെ അടക്കി ഒതുക്കി നമ്മൾ വെച്ചിരിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, കോളേജ് വിട്ട് നേരെ വീട് വരണം, തന്നെ സിനിമയ്ക്ക് പോകാൻ പാടില്ല, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാൻ പാടില്ല, അങ്ങനെ പല ലക്ഷ്യങ്ങളും പല റെസ്ട്രിക്ഷനും അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം? നമ്മുടെ മുമ്പത്തെ ഈ യൂറോപ്യൻ അധിനിവേശം, ഈ മുസ്ലിം മറ്റേ പഴയ നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ അധിനിവേശം, അങ്ങനെയുള്ള ആൾക്കാർക്ക് പെണ്ണുങ്ങളുടെ സേഫ്റ്റി വളരെ, നമ്മുടെ പതിവ്രതകളായ പെൺകുട്ടികളുടെ സേഫ്റ്റിക്ക് വളരെയധികം കഷ്ടങ്ങൾ അത് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാരെ പെൺകുട്ടികൾക്ക് റെസ്ട്രിക്ഷൻ കൊടുത്ത് അവരെ പുറത്ത് വിടാണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ ആരും ആൺകുട്ടികളും പെൺകുട്ടികളും എന്താ ബുദ്ധിമുട്ട്? ഒരു പ്രശ്നമില്ല. അവർ പ്രസവിക്കണമെന്നുള്ള ഒറ്റ ഒരു അഡീഷണൽ അല്ലാണ്ട് അവർക്ക് ബാക്കിയുള്ള എന്താ സ്ട്രെങ്ത്തും കുറവാണ്. ആൺകുട്ടികളുടെ പോലുള്ള സ്ട്രെങ്ത് അവർക്ക് ഉണ്ടാവില്ല. അത് ഏത് മൃഗങ്ങളിൽ എടുത്താലും അതുപോലെ തന്നെയാണല്ലോ. ആണുങ്ങൾക്കാണല്ലോ കൂടുതൽ ശക്തി, പെണ്ണുങ്ങൾക്ക് ശക്തിയില്ല. കാരണം അവര് പല കാര്യങ്ങളും ഉണ്ട്. അവരുടെ ബോഡി ഒന്നാമത് വീക്കാണ്. പിന്നെ അവര് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ഈ ജനറേഷൻ ഉണ്ടാക്കാൻ പെണ്ണുങ്ങളാണല്ലോ സഹായിക്കാൻ. അപ്പൊ അവർക്ക് അതിനെ കുറെ വീക്ക്നെസ് ഒക്കെ വരും, കാര്യങ്ങൾ വരും. പിന്നെ ഈ പണ്ടത്തെ പോലുള്ള ഈ പ്രശ്നങ്ങളും ഈ ഫോറിൻ അഭിനിവേശങ്ങളും ഒക്കെ വന്ന കാരണം അങ്ങനെ വന്നിട്ട് അവരെയൊക്കെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ പല ലഹളകള്, കച്ചറകള്, പുറത്തു പോകാൻ പറ്റില്ല, പിടിച്ചുവലി, തട്ടിപ്പതി, ബലാത്സംഗം, അങ്ങനെയുള്ള കാര്യം കൊണ്ട് കാരണവന്മാര് ഈ പെൺകുട്ടികളെ പുറത്തിറങ്ങാണ്ട് എല്ലാ ജാതി മത ഭേദമന്യേ പുറത്തിറങ്ങാൻ അങ്ങനെ സമ്മതിക്കില്ല. എല്ലാം മുസ്ലിം ആണെങ്കിൽ ശരി, ഹിന്ദു ആണെങ്കിൽ ശരി, ക്രിസ്ത്യൻ ആണെങ്കിൽ ശരി, പുറത്തിറങ്ങാൻ അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ അവർ വീട്ടിലുള്ളിൽ അവരുടെ സ്റ്റാൻഡേർഡ് വളരെ കുറഞ്ഞു പോയി. പഠിപ്പില്ല, വീട്ടിൽ വെറും കിച്ചൺ നോക്കി നടക്കുക, വേറെ യാതൊന്നുമില്ല. അപ്പൊ ആളുകളുടെ ഒരു ഹാൻഡായിട്ടാണ് അവരെ വളർത്തിയിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടികളെ. ഇപ്പൊ പെൺകുട്ടികളൊക്കെ നന്നായി പഠിച്ചു, അവർക്ക് ജോലി കിട്ടുന്നു, അവര് പല വലിയ ജോലികളിൽ അവർ ചേരുന്നു, നന്നായി ചെയ്യുന്നു, പലതും ചെയ്യുന്നു. അവർക്ക് ബുദ്ധിയിൽ ആരും കുറവില്ലല്ലോ. നമ്മളെ മറ്റേ ആണുങ്ങളെ പോലെ തന്നെയാണല്ലോ പെൺകുട്ടികളും. അവർക്ക് ബുദ്ധിയിൽ ഇപ്പൊ എന്താ ഒരു കുഴപ്പമില്ല, എല്ലാം ഒരേപോലെ. ആ ഹോർമോണിന്റെ വല്ല വ്യത്യാസങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് സയന്റിഫിക് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ അവര് ബെറ്റർ ആയിട്ട് വരികയാണ്. അപ്പൊ പെൺകുട്ടികളുടെ ആ ലെവലൊക്കെ നന്നായി ഉറഞ്ഞ് അവർക്ക് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകും. ആൺകുട്ടികള് അങ്ങനെ അല്ല. പ്രത്യേകിച്ച് കേരളത്തില്, മറ്റുള്ള ഡിസ്ട്രിക്റ്റിലൊന്നും സ്റ്റേറ്റിലൊന്നും അങ്ങനെയല്ല. പല സ്റ്റേറ്റിലും വ്യത്യാസങ്ങളുണ്ട്, ഞാനിപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഞാൻ കേരളത്തിന്റെ കാര്യം പറയാം. കേരളത്തെ ആൺകുട്ടികൾക്ക് അവര് ഈ സാഹചര്യം, ഈ പൊളിറ്റിക്കൽ സാഹചര്യം, ഈ സ്വതന്ത്രമായ സാഹചര്യം, അച്ഛനമ്മമാരുടെ പാമ്പറിങ്, അച്ഛനമ്മമാരെ അവര് ട്രെയിൻ ചെയ്യുന്നില്ല ശരിക്കായിട്ടും. അവരും ഒരു ഇവിടുത്തെ ഒരു അംഗമാണ്, അല്ലാണ്ട് അവർക്ക് പ്രത്യേക തൂവലും തലയിൽ തൂവലൊന്നുമില്ല ആൺകുട്ടികൾക്ക്. അവരും ഈ കുടുംബം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതായത് ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എന്തായാലും ആ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പണി മാത്രം എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള കണ്ടീഷനൊക്കെ മാറി ആണും പെണ്ണും യോജിച്ച് ഒരു കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള സിറ്റുവേഷൻ തന്നെ. പക്ഷേ ആൺകുട്ടികൾ ഈ നമ്മുടെ ഈ സിറ്റുവേഷൻ, അതായത് ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഈ കോളേജ് അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം ആയിട്ട് എഡ്യൂക്കേഷനിൽ വളരെ അധികം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷനിൽ വളരെ ബുദ്ധി ഉണ്ടെങ്കിലും അവർക്ക് ആ സ്വതന്ത്രത്തിൽ അവർക്ക് എന്ത് തോന്നിവാസം കാണിക്കാം എന്നുള്ള ഒരു ചിന്താഗതി അവരുടെ കുട്ടിക്കാലത്ത് നമ്മൾ കുട്ടിക്കാലം കഴിഞ്ഞ് വന്ന ആൾക്കാർ, നമ്മൾ കുട്ടിക്കാലത്ത് എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം, ഞാൻ എന്റെ അമ്മയൊക്കെ സഹായിക്കും. പക്ഷെ എന്റെ അമ്മയെ പലതരത്തിലും സഹായിക്കും. കുക്കിങ്ങൊന്നും സഹായിക്കില്ല, അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് അമ്മ പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കും. കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കൊണ്ടിരും. ഞാൻ കമ്മീഷൻ കഴിക്കും, ഇല്ല എന്ന് പറയണമെന്നില്ല. ഈ കമ്മീഷനൊക്കെ ഞാൻ അടിക്കും. നമ്മുടെ ചില പറ്റിയുള്ളവർ നമുക്ക് പൈസ ഉണ്ട്, അപ്പോൾ കുറച്ച് കമ്മീഷൻ കഴിക്കും. പക്ഷെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും. അതേ പ്രൊസീജിയർ ഞാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. എന്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതേമാതിരി നീറ്റായി, വൈഫിന് എന്താ വേണ്ട വെച്ചാൽ അവൾ അറിഞ്ഞോ അറിയാതെയോ എന്തുവാണെങ്കിലും ഞാൻ അതുപോലൊക്കെ ചെയ്യും. അതുപോലെ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യും. ആണ് എന്റെ നേച്ചർ, അതാണ്. അതുപോലെ ആൺകുട്ടികൾക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അവർ വീട്ടു കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അവരിങ്ങനെ
അവർ സ്വതന്ത്രമായ അവർക്ക് യാതൊരു പണിയിലാണ് നടക്കുമ്പോഴാണ് നമ്മൾ ഈ ബുദ്ധി പലതരത്തിലുള്ള ഈ നമ്മുടെ ഈ എന്താ പറയുക ഐഡിയൽ മാൻസ് ബ്രെയിൻ ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു വീടില്ലേ പണ്ടത്തെ. അതുപോലെയാണ് വെറുതെ ഇരിക്കുക, വേറെ യാതൊരു പണിയിലാകുമ്പോഴാണ് ഈ തോന്നിവാസങ്ങൾ കാണിക്കാനും ഈ കഞ്ചാവ് അടിക്കാനും കള്ളുകുടിക്കാനുമുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ അവർ ആ എഡ്യൂക്കേഷൻ നന്നാവേണ്ട പ്രായത്തില് അവര് ഈ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ മുഴുവൻ യാതൊരു റെസ്ട്രിക്ഷനും വീട്ടിൽ നിന്ന് കൊടുക്കുന്നില്ല, അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല, അച്ഛനും മനസ്സിലാക്കുന്നില്ല. ഞാൻ കേരളത്തിന്റെ കാര്യം പറയണേ, ബാക്കിയുള്ള സ്റ്റേറ്റ് ഇങ്ങനെയൊന്നും അല്ല, പല വ്യത്യാസങ്ങളും ഉണ്ട്. ഞാൻ പോയ സ്റ്റേറ്റുകളിലൊക്കെ എനിക്ക് പല വ്യത്യാസങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കില്ല. അപ്പൊ നമ്മള് ഈ കുട്ടികള് എന്താ പറയാ, ഈ ആൺകുട്ടികൾ എങ്ങനെയാണ് പഠിപ്പുണ്ടെങ്കിലും ഈ സ്വഭാവത്തിന്റെ ഈ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഡെഫിഷ്യൻസി അവർക്ക് ധാരാളം. അതിനു വേണ്ടിയാണ് അത് നരേന്ദ്രമോദി സാറ് എങ്ങനെയോ അതിന് വിഷ്വലൈസ് ചെയ്തു. അത് അങ്ങനെ ഞാൻ സമ്മതിക്കണം, അങ്ങനെ തൊഴുകുന്നില്ല. ഇങ്ങനെ ഒരു നല്ലൊരു പ്രൊസീജിയർ ലോകത്തിന് നാടിനു വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി സംഘടിപ്പിച്ച എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോ ഈ അഗ്നിപഥ് അതാണ് അതിന്റെ അർത്ഥം. അഗ്നിപഥ് പറഞ്ഞ ഈ സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് ഈ 21 വയസ്സിന്റെ ഉള്ളിൽ, അതായത് കോളേജ് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങണ മുഴുവൻ തന്നെ നിങ്ങൾക്ക് മിലിറ്ററിയിൽ അപ്ലൈ ചെയ്താൽ നല്ല ഊർജ്ജസ്വലമായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിലിറ്ററിയിൽ കയറാം. മിലിറ്ററിയിൽ കയറി എന്താ ഗുണം? മിലിറ്ററിയില് അച്ഛനും അമ്മയും എല്ലാം അവിടെ ഇരിക്കണേ, അവിടെ നമ്മുടെ ആൾക്കാരാണ് ഇരിക്കണേ, ട്രെയിനേഴ്സാ ഇരിക്കണേ. അവർക്കറിയാം എങ്ങനെ ട്രെയിൻ ചെയ്യണം ഒരു മനുഷ്യന്റെ ബുദ്ധി എവിടേക്കൊക്കെ മാറിപ്പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ആ ട്രെയിനേഴ്സ് നന്നായിട്ട് അറിയാം. അവർ ട്രെയിനേഴ്സാണ്, അവർക്ക് അറിയാം ഒരു മനുഷ്യന്റെ എങ്ങനെയൊക്കെ ഡീവിയേറ്റ് പോകണോ അവിടെയൊക്കെ അവർ പിടിച്ച് അങ്ങനെ പിടിച്ച് അവർക്ക് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജനത, ഒരു അതിപ്പോ എഞ്ചിനീയർ ആണെങ്കിലും ശരി, ഡോക്ടർ ആണെങ്കിലും ശരി, അവർ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജനതയെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് 4 കൊല്ലം അവർ അവരുടെ ഉദ്ദേശം ട്രെയിനിങ് മാത്രമേ ഉള്ളൂ, അയാൾ ജോലി എല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത്. 21 വയസ്സിനുള്ളിൽ അവിടെ ചേർന്ന് കയറിയിട്ട് അവര് വെൽ ട്രെയിൻഡ് ആയിട്ട് നല്ലൊരു മനുഷ്യൻ, നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂത്തിനെ ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് കൂടും. 4 കൊല്ലം കഴിഞ്ഞ് യു ഗോ, അതിനുള്ള ആവശ്യമുള്ള പൈസയൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അവന്റെ ബുദ്ധി ഭയങ്കരമായി വികാസിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, എങ്ങനെ ഒരു ഇതാക്കണം. അവന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, കുടുംബമില്ല, അവന് ആർക്കും പൈസ കൊടുക്കേണ്ട പ്രശ്നങ്ങളൊന്നും അധികം ഇല്ല. ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, 1-2 ഇല്ല എന്ന് പറയില്ല. പക്ഷെ ടോട്ടലി ഇൻ ജനറൽ ഈ ആൾക്കാർക്ക് ആ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. അവൻ ഫ്രീ ബേർഡാണ് വിത്ത് ഫുൾ ഓഫ് ബുൾഡോസിംഗ് പവർ. ആ പവറിൽ അവൻ നല്ല ട്രെയിനിങ് കൊടുത്ത് അവന് 4 കൊല്ലം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുമ്പോൾ അവൻ എത്ര വയസ്സാവും? 21 വയസ്സാണ് മിനിമം, അല്ല മാക്സിമം. അപ്പൊ 21 വയസ്സ് മാക്സിമം ഒരാൾ തന്നെ 24-25 വയസ്സാവും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ബ്രെയിൻ ഉണ്ടല്ലോ, പല തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി അവൻ ചെയ്യാൻ പറ്റും. ബുദ്ധിയുള്ളവനുണ്ടാവും, ബുദ്ധിയില്ലാത്തുണ്ടാവും. അപ്പൊ അതനുസരിച്ചുള്ള അവൻ സ്വന്തമായ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയുള്ള ഒരു ജനതയെ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ നരേന്ദ്രമോദി സാർ അഗ്നിപഥ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തെറ്റിദ്ധരിച്ച് ഈ പിള്ളേര് വെറുതെ ബഹളം വെക്കാണ് ആവശ്യമില്ലാതെ. അതിന്റെ കറക്റ്റ് 24 വയസ്സിൽ ഇപ്പൊ നമ്മൾ കോളേജ് പഠിച്ച് ഇറങ്ങണമെങ്കിൽ വെക്കുന്ന 24-25 വയസ്സാവില്ലേ. ഒരു ഡോക്ടർ ആവണമെങ്കിൽ എന്തെല്ലാം പഠിക്കണം, MBBS, MD, DM, അത് ഇതെന്ന് കറക്റ്റ് എത്ര വയസ്സ്? 40-45 വയസ്സാകുമ്പോഴാണ് അവർ പഠിക്കുകയാണ്. ജീവിതം 60 കൊല്ലേ ഉള്ളൂ, ബാക്കിയുള്ള കിട്ടുന്നൊക്കെ ബോണസാണ്. ഒരു കിളവൻ ഡോക്ടറെ അടുത്ത് നമ്മൾ പോവോ ചികിത്സിക്കാൻ? ആടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നിട്ട് ഡോക്ടർ നമ്മൾ പോവോ? നമ്മൾ എങ്ങനെയുള്ള ആളുടെ അടുത്ത് പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഈ മേജറായിട്ടുള്ള സമയം മുഴുവൻ പഠിപ്പിൽ തീർന്നു. അപ്പൊ അതാ പറഞ്ഞത്, ഈ MBBS പഠിച്ചിട്ട് ആണെങ്കിലും ശരി, അത് ഈ അഗ്നിപഥിലുള്ളതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എനിക്ക് അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് എനിക്കറിയില്ല, എന്താണ് വരെ എങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് എനിക്കറിയില്ല. ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, അവിടെ പോകും, നല്ലൊരു ഡോക്ടറായിട്ട് മാറും, നല്ലൊരു എഞ്ചിനീയറായി മാറും, നല്ലൊരു വേറെ വല്ല പലതരത്തിലുള്ള ആൾക്കാരായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ഈ യങ് ബ്ലഡിനെ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്റെ അഭിപ്രായത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ അഗ്നിപഥ്. അത് നമ്മൾ മനസ്സിലാക്കണം. കൂടുതലായിട്ട് പറയാനില്ല, ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ 73ാമത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു സുദിനം നേർന്നുകൊണ്ട്